ബി.ജെ.പിക്കെതിരെ ചോദ്യം ചോദിക്കുന്ന നേതാക്കളെയോ പാർട്ടിയെയോ വിദേശ രാജ്യങ്ങളുടെ ഏജന്റാക്കുന്ന വില കുറഞ്ഞ രാഷ്ട്രീയ നീക്കം പലതവണ രാജ്യം കണ്ടതാണ്. അതിലേറ്റവും പുതിയ പേരുകാരനാണ് കോൺഗ്രസിന്റെ ലോക്സഭാ ഡെപ്യൂട്ടി നേതാവ് ഗൗരവ് ഗൊഗോയ്. അദ്ദേഹത്തിനും ഭാര്യയ്ക്കും പാകിസ്ഥാൻ ബന്ധമുണ്ടെന്നാണ് ബി.ജെ.പി നേതാവും അസം മുഖ്യമന്ത്രിയുമായ ഹിമന്ത ബിശ്വ ശർമ്മയുടെ ആരോപണം. ബി.ജെ.പിയെ പലപ്പോഴും കുഴയ്ക്കുന്ന ചോദ്യങ്ങൾ ലോക്സഭയിൽ ഉന്നയിക്കുന്ന ഗൗരവ് ഗൊഗോയ്ക്കെതിരെയുള്ള പതിവ് ആരോപണവുമായി ഒറ്റ നോട്ടത്തിൽ തോന്നുമെങ്കിലും അങ്ങനെയല്ല കാര്യങ്ങൾ. ഗൗരവ് ഗൊഗോയ്ക്കെതിരായ ആരോപണം ഹിമന്തയ്ക്ക് കുറച്ചു വ്യക്തിപരം കൂടിയാണ്. അതറിയണമെങ്കിൽ അസം കോൺഗ്രസിലെ മുടിചൂടാമനായിരുന്ന ഹിമന്തയെ ബി.ജെ.പിയിൽ എത്തിച്ച കഥ കൂടി അറിഞ്ഞിരിക്കണം. 1979-85 കാലഘട്ടത്തിൽ അസമിൽ അരങ്ങേറിയ വംശീയ സ്വഭാവമുള്ള പ്രക്ഷോഭത്തിന് നേതൃസ്ഥാനം വഹിച്ച ഓൾ അസം സ്റ്റുഡൻസ് യൂണിയനിലൂടെയാണ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ രാഷ്ട്രീയ അരങ്ങേറ്റം. വിദ്യാർത്ഥി നേതാവായി തുടങ്ങിയ ഹിമന്ത മികച്ച സംഘാടകനായിരുന്നു. സംസ്ഥാനമാകമാനം കോൺഗ്രസ് വിരുദ്ധത രൂപപ്പെട്ട കാലഘട്ടം കൂടിയായിരുന്നു അത്. 85-ൽ അസം കരാറിൽ ഒപ്പുവെച്ചുവെങ്കിലും കോൺഗ്രസിന് വടക്കു കിഴക്കൻ സംസ്ഥാനത്ത് ക്ലച്ച് പിടിക്കാൻ സാധിച്ചിരുന്നില്ല. അസമിൽ മുന്നേറ്റമുണ്ടാക്കാനായി യുവാക്കളെ പാർട്ടിയോട് അടുപ്പിക്കണമെന്ന് കോൺഗ്രസ് തീരുമാനിച്ചിരുന്നു. അതിനായി യുവനേതാക്കളെയും പാർട്ടിക്ക് ആവശ്യമായി വന്നു. അങ്ങനെയാണ് മികച്ച പ്രാസംഗികനും സംഘാടകനുമായ ഹിമന്തയെ കോൺഗ്രസ് നേതാവ് ഹിതേശ്വർ സൈക്കിയ പാർട്ടിയിൽ എത്തിക്കുന്നത്. 1991-ലായിരുന്നു ഹിമന്തയുടെ കോൺഗ്രസ് പ്രവേശനം. അവിടെ നിന്ന് അതിവേഗമാണ് ഹിമന്ത വളർന്നത്. 2001-ൽ ജബുൽകാരി മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലെത്തിയ ഹിമന്ത കോൺഗ്രസ് മന്ത്രിസഭയിലും അംഗമായി. കോൺഗ്രസിന്റെ ട്രബിൾ ഷൂട്ടറായി മാറിയ ഹിമന്ത അന്നത്തെ മുഖ്യമന്ത്രി തരുൺ ഗൊഗോയുടെ ഏറ്റവും അടുത്ത അനുയായിയുമായിരുന്നു. ഒരു മന്ത്രി എന്നതിലപ്പുറം പ്രായോഗിക തലത്തിൽ സർക്കാരിനെ നിയന്ത്രിക്കുന്ന സെക്കൻഡ് ഇൻ കമാൻഡ് ആയിരുന്നു ഹിമന്ത ബിശ്വ ശർമ്മ. 2001 മുതൽ ആരോഗ്യം, ധനകാര്യം, വിദ്യാഭ്യാസം, പൊതുമരാമത്ത് എന്നിവയുൾപ്പെടെ നിരവധി പ്രധാന വകുപ്പുകൾ ഹിമന്ത കൈകാര്യം ചെയ്തു. തരുൺ ഗൊഗോയുടെ പിൻഗാമി ഹിമന്തയാകുമെന്ന നിലയിലായിരുന്നു കാര്യങ്ങളുടെ പോക്ക്. പക്ഷേ 2011 തെരഞ്ഞെടുപ്പിന് പിന്നാലെ തരുൺ ഗൊഗോയ് മകനെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാനും പിൻഗാമിയാക്കാനും തീരുമാനിച്ചതോടെയാണ് ഹിമന്ത ഇടയുന്നത്. തുടർന്ന് പലവിധ വിമത നീക്കങ്ങൾക്കും മറ്റും ശേഷം തന്റെ ആഗ്രഹങ്ങൾ നടപ്പിലാകില്ലെന്ന് കണ്ടതോടെയാണ് ഹിമന്ത 2015-ൽ ബി.ജെ.പിക്ക് കൈകൊടുക്കുന്നത്. അടുത്ത മുഖ്യമന്ത്രി എന്ന തന്റെ സ്വപ്നം ഇല്ലാതാക്കി അന്ന് രംഗപ്രവേശം ചെയ്ത തരുൺ ഗൊഗോയുടെ മകന്റെ പേരാണ് ഗൗരവ്. അതായത് ഇന്നത്തെ കോൺഗ്രസ് ലോക്സഭാ ഡെപ്യൂട്ടി നേതാവ് ഗൗരവ് ഗൊഗോയ്. മേൽപ്പറഞ്ഞ യഥാർത്ഥ കഥയിലെ ഹിമന്തയുടെ വില്ലനാണ് ഗൗരവ് ഗൊഗോയ്. അന്നു മുതൽ ഗൗരവും ഹിമന്തയും തമ്മിലുള്ള പരസ്യപ്പോര് പ്രകടവുമാണ്. അതിന്റെ തുടർച്ചയിലാണ് വീണു കിട്ടിയ അവസരത്തിൽ ഗൗരവിനെതിരെ ബി.ജെ.പിയുടെ പേരിൽ ഒരു ഗോളടിക്കാൻ ഹിമന്ത ശ്രമിച്ചിട്ടുണ്ടാക്കുക. ഇതുവരെയും ആരോപണം വ്യക്തമാക്കിയില്ലെന്നറിയാം. അതുകൂടി പറയാം. ഗൗരവ് ഗൊഗോയുടെ ജീവിത പങ്കാളി എലിസബത്ത് വിദേശ പൗരയാണെന്നും അവർക്ക് പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസി ISIയുമായി ബന്ധമുണ്ടെന്നുമാണ് ഹിമന്തയുടെയും ബി.ജെ.പിയുടെയും പുതിയ ആരോപണം. ഒപ്പം 2015-ൽ അന്നത്തെ പാക് ഹൈ കമ്മീഷണറുമായി ഗൗരവ് നടത്തിയ കൂടിക്കാഴ്ചയെയും ഈ ആരോപണത്തെ ന്യായീകരിക്കാൻ ബി.ജെ.പി ഉപയോഗിക്കുന്നുണ്ട്. 2026-ൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ഹിമന്തയുടെയും സംഘത്തിന്റെയും ആക്രമണമെന്ന് ചൂണ്ടിക്കാട്ടി ഗൗരവ് ആരോപണത്തെ തള്ളിയിരുന്നു. പക്ഷേ ആക്രമണം വീണ്ടും ബി.ജെ.പി കടുപ്പിച്ചതോടെ നിയമ നടപടി സ്വീകരിക്കുമെന്ന നിലപാടിലാണ് ഗൗരവ്. ബി.ജെ.പിയെ നിരന്തരം പ്രതിക്കൂട്ടിലാക്കുന്ന ശക്തമായ ആരോപണങ്ങൾ ലോക്സഭയിൽ ഉന്നയിക്കുന്ന ഗൗരവിനെ കിട്ടിയ അവസരത്തിൽ സംഘപരിവാറിന്റെ തനത് ശൈലിയിൽ ആക്രമിക്കുക എന്നതിനൊപ്പം തന്റെ എതിരാളിക്കിട്ടൊരു പണിയും നൽകുക എന്നാകണം ഹിമന്ത കണക്കുകൂട്ടിയിട്ടുണ്ടാക്കുക.